ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും അതുപോലെ ഞായറാഴ്ച ദിവസം നമ്മൾ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ പാട്ടുവിശേഷങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം ചില പ്രത്യേകതകളുണ്ട്. ജയചന്ദ്രനും ശ്രീകുമാരനും തമ്മിൽ കൂടെ ചേർന്ന് വന്നപ്പോഴുള്ള കുറെ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. അതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ശിവരഞ്ജിനി രാഗമാണ്. അതിലെ പാട്ടുകളെല്ലാം നമ്മൾ പവർ പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അതനുസരിച്ച് പാടാൻ എളുപ്പമുണ്ട്. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. അതോടൊപ്പം നമ്മുടെ മെന്റർ ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സർവീസിന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ നമസ്കാരം, സ്വാഗതം. എന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, കേൾക്കാം സാർ. നമ്മള് പാട്ടുവിശേഷം എന്ന ടൈറ്റിലൂടെയാണ് തുടങ്ങിയത്. ഒപ്പം മ്യൂസിക് തെറാപ്പിയും രാഗപരിചയവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയായിരുന്നു. മ്യൂസിക് തെറാപ്പിയിൽ നമ്മൾ കുറേയേറെ സഞ്ചരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓർമ്മയെക്കുറിച്ച് സംസാരിച്ചു. ഓർമ്മകളെക്കുറിച്ച് ധാരാളം എവിടെയും സംസാരിക്കാറുള്ളത്, പക്ഷെ മറവിയെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. നമ്മൾ ഇന്ന് മറവിയെക്കുറിച്ച്, ഫൊർഗെറ്റിംഗ്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ്. കാരണം പാട്ടുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരെ ഓർത്തു പോകേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹം, ബഹുമാനം ഒക്കെ അവരെ കാണിക്കേണ്ടതുണ്ട്, പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാണുന്നുണ്ടാവില്ല, പക്ഷേ വിച്ച് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഒരു എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് പാട്ടുവിശേഷത്തിൽ ഇന്ന് നമ്മൾ രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർ ചേർന്നൊരുക്കിയ പാട്ടുകൾ ഓർത്തെടുക്കുകയാണ്, പാടുകയാണ്. അതാണ് ആദ്യം നമ്മുടെ സെഷനിലുള്ളത്. അതിനുശേഷം ശിവരഞ്ജിനി എന്ന മനോഹരമായ രാഗത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടും. ആ രാഗപരിചയം നടത്തുന്നത് എൻ്റെ കൂടി മ്യൂസിക് അധ്യാപകനായ മാസ്റ്ററായ ജയകുമാർ സാറാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാമിലാണ്. അപ്പോൾ നമുക്ക് പാട്ടുവിശേഷത്തിലേക്ക് കടക്കാം. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ട് മലയാളി മനസ്സിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന രണ്ട് പ്രതിഭകളുടെ ജന്മദിനം ഈ മാർച്ച് മാസം കടന്നുപോകും. മാർച്ച് ആദ്യ വാരത്തിലും ഒന്ന് ഈ അടുത്ത ദിവസത്തിലും. അവരെ ആരൊക്കെയാണെന്നൊന്ന് ഓർത്ത് പറയാൻ മാർക്കും. ആരൊക്കെയായിരിക്കാം? ഒന്ന് ജയന്ദ്രനല്ലേ? ശ്രീകുമാരൻ തമ്പിയാണോ? ഇവർ രണ്ടുപേരുമാണ്. ഒന്ന് പി ജയചന്ദ്രൻ. യേശുദാസില്ല. യേശുദാസിന്റെ അല്ല, ജയചന്ദ്രനാണ് ഭാവഗായകൻ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന മലയാളത്തിന്റെ ഭാവഗായകൻ ഇല്ലേ? അപ്പോൾ അവരെ പരാമർശിക്കാതെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആശ്രയം. അതുപോലെ തന്നെ കാവ്യശില്പി എന്ന് പറയാവുന്ന ശ്രീകുമാരൻ തമ്പി സാറിനെയും നമുക്ക് അനുസ്മരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് അല്പസമയം നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാം. എല്ലാവരുടെയും അനുവാദത്തോടെ ആ രണ്ട് സർഗപ്രതിഭകളെ നമുക്ക് ഓർമ്മിക്കാം. അവരോട് നമുക്കുള്ള ആദരവ്, സ്നേഹം, കൃതജ്ഞത ഇതൊക്കെ പ്രകടിപ്പിക്കാം. ഭാവസാന്ദ്ര ആലാപനത്തിലൂടെ മലയാളി മനസ്സ് കവർന്നുകൊണ്ടിരിക്കുന്ന ഭാവഗായകൻ മറ്റാരുമല്ല, പാരിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ. അതാണ് ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ മാർച്ച് മാസം 3-ാം തീയതിയായിരുന്നു.
അച്ഛൻ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ, അമ്മ സുഭദ്ര കുഞ്ഞമ്മ ഭാര്യ. ജയചന്ദ്രന്റെ ജനനം എവിടെയായിരുന്നു അറിയാമോ? എറണാകുളത്താണ്, കൊച്ചി രവിപുരം ഭദ്രാലയം വീടായി. വളർന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ. നമുക്കറിയാം ബാലൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ. സംഗീത മൃദംഗ വായനയിൽ, കലാപരിപാടികളിലും പാട്ടിലും ഒക്കെ ഓരോരോ വേദിയിൽ തിളങ്ങി വന്നത്, യുവജനോത്സവ വേദികളിലുമൊക്കെ ദാസേട്ടനോടൊപ്പം ഒക്കെ വന്നത് നമുക്കറിയാം. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളാണ് ജയേട്ടൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. മലയാളത്തിൽ മാത്രമല്ല, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 10,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഈ ജയചന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ 80-ന്റെ നിറവിലും തൻ്റെ ശബ്ദ സൗകുമാര്യം, ശബ്ദ ഗാംഭീര്യം, ആലാപന ചാതുരി ഇതെല്ലാം കാത്തു സൂക്ഷിക്കും. ഓരോ മലയാളിക്കും അഭിമാനമാണ് ജയചന്ദ്രൻ. ഞാൻ ഒരു സെക്കൻഡ് എടുക്കുവാണ്, എനിക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിൽ പേഴ്സണലായി. ഒരു സെക്കൻഡ് സാബു സാർ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ ഇപ്പോൾ ജയചന്ദ്രനെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയും. പ്രതി ജോസഫ് ജോൺ സാർ തിരിച്ചു വരും. നമുക്ക് പാട്ടുകൾ അല്ലേ, എത്രയോ പാട്ടുകൾ. ശുദ്ധവൻ സാർ ഒന്ന് തുടങ്ങും. ശ്രീകുമാരൻ തമ്പി സാറ് ഹരിപ്പാടുകാരനായതുകൊണ്ട് എനിക്ക് ഈ പുള്ളിയുടെ ഗാനങ്ങളിലെല്ലാം ഈ ഹരിപ്പാടും പരിസരവും ഒക്കെ ചെട്ടികുളങ്ങര ഭരണിനാളിൽ, അതേപോലെ ആറാട്ടിനാനകൾ എഴുന്നള്ളി, പിന്നെ ആലപ്പുഴയിലെ കുറെ കാര്യങ്ങൾ, അങ്ങനെ ഈ പിന്നെ അദ്ദേഹം കുറെ ആൾക്കാരെ പാട്ട് വഴി അനശ്വരരാക്കിയിട്ടുണ്ട്. ഈ ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രി, അതില് ഈ കലാകാരന്മാരെയൊക്കെ പാട്ടിൽ പേര് പറഞ്ഞ് പരാമർശിക്കുന്ന വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതേപോലെ ഈ ചെണ്ടയാരാണ്, മറ്റേതാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വരികൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ഞാൻ അവിടെ ഹരിപ്പാടിനടുത്ത് മുതുകുളമാണ് എൻ്റെ ജന്മദേശം. അപ്പോൾ അത് കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ ഹരിപ്പാടും പരിസരങ്ങളും ഒക്കെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് വർണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ വന്നതോടുകൂടി നമ്മൾ ഈ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ മാധുര്യം, ജോസഫ് സാറിന്റെ ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്താം. അദ്ദേഹം ഈ ഗംഭീരമായി പ്രണയിച്ച ഒരാളാണ് പലരെയും. അപ്പൊ അങ്ങനെ പ്രണയം, സംഗീതം ഇതെല്ലാം ചേർന്ന് പോകുന്ന വികാരങ്ങളാണല്ലോ. അപ്പൊ ജോസഫ് സാർ തുടരാനായില്ലേ? ഓക്കെ, റെഡിയായി. സാറ് സൗണ്ടിന് കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ശുദ്ധോദൻ സാർ, സാബു സാർ. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഏതാണ്ട് 58 വർഷത്തിൽ ഗാനസബരിയയിൽ മുഴുകിയിരുന്ന ജയചന്ദ്രൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആത്മാവിനെ തുടർന്ന് ആലാപന ശൈലിയാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെയുള്ള പി ജയചന്ദ്രൻ എന്ന ഗാനവിസ്മയത്തിന് അദ്ദേഹത്തിന്റെ ഈ ജന്മമാസത്തിൽ മാറ്റിനി ഫ്രീ വെബിനാർ ഭാവുകങ്ങൾ നേരുകയാണ്. നമുക്ക് അടുത്തത് പറഞ്ഞതുപോലെ ശ്രീകുമാരൻ തമ്പി സാർ, കവി, തർക്കമില്ലാത്ത കാര്യമാണ് അല്ലെ? അതേക്കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തറപുരളാത്ത കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, സിനിമാ സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്,
ഏതെല്ലാം നിലകളിലാന്ന് നോക്കുക. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീകുമാരൻ തമ്പി എന്ന് നമുക്ക് പറയാം. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശ്രീകുമാരൻ തമ്പി എന്നാണെങ്കിലും കരിമ്പാലയത്ത് പത്മനാഭൻ തമ്പി ശ്രീകുമാരൻ തമ്പി എന്നാണ് പേര്. ജനനം സാറ് സൂചിപ്പിച്ചു ഹരിപ്പാട്, ആലപ്പുഴ ജില്ല അല്ലേ. 1940 മാർച്ച് 16 അദ്ദേഹത്തിന്റെ ജന്മം. അച്ഛൻ കളരിക്കൽ കൃഷ്ണപിള്ള, അമ്മ കരിമ്പാലയത്ത് ഭവാനിയമ്മ തങ്കച്ചി. ഇപ്പോൾ അദ്ദേഹം 83 നിറവിലാണ്. എങ്കിലും കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രചനയെ ചൊല്ലിയൊക്കെ ഉണ്ടായ ഒരു ചർച്ചയും ഒക്കെ നടന്നതായിട്ട് നമുക്കറിയാം. എങ്കിലും നമുക്ക് മലയാളിക്ക് അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക്, കൈരളിക്ക് മാറ്റി നിർത്താനാവാത്ത പ്രതിഭ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി സാർ. ചലച്ചിത്ര മേഖലയിലൊരു അപൂർവ പ്രതിഭാസമായിട്ടാണ് ശ്രീകുമാരൻ തമ്പിയെ വർണ്ണിച്ചിട്ടുള്ളത്, പറയുന്നു. ചിത്ര പുരസ്കാരം, പിന്നെ JC ദാനിയേൽ പുരസ്കാരം, അതെനിക്കൊന്ന് ഓവറോൾ മികവ് നോക്കിയിട്ടാണ് തോന്നുന്നു. വയലാർ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ശ്രീകുമാരൻ തമ്പി സാറിന് തേടിയെത്തിയിട്ടുണ്ട്. ഹൃദയ സംഗീതങ്ങളുടെ കവി, ഹൃദയ സരസിലെ കാവ്യശില്പി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തമ്പി സാർ 3000-ലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഞങ്ങളുടെ ഇവിടെ പുല്ലുവഴിയിൽ ഒരു പാട്ടിൻ തേൻകണം എന്നുള്ളൊരു സംഗീത കൂട്ടായ്മയുണ്ട്. ഓരോ മാസവും അവിടെ സംഗീത കൂട്ടായ്മ ഉണ്ടാകും. എല്ലാ സെക്കൻഡ് ഫ്രൈഡേയും ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും പാടാം. സ്റ്റേജ് അതിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. പുതുവഴി വായനശാലയിൽ അദ്ദേഹം എത്തി. സംസാരപ്രിയനാണെന്ന് നമുക്കറിയാം. ഹൃദയം തുറന്ന് സദസ്സിനോട് സംവദിച്ചത് ഞാൻ ഓർക്കുകയാണ്. കാപട്യമില്ലാത്ത, ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന വാക്കുകൾ സ്നേഹത്തിൻ്റെതായിരുന്നു, പ്രതിബദ്ധതയുടേതായിരുന്നു, ആധികാരികതയുടേതായിരുന്നു, ഒപ്പം വിനയത്തിൻ്റെയും. കലയ്ക്കും കവിതയ്ക്കും ഗാനരചനയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതം ഇന്നും തുടരുകയാണ്. കഠിന പ്രയത്നത്തിൻ്റെ നീണ്ട കഥകൾ, പഠനത്തിൻ്റെ നീണ്ട കഥകൾ, വേദനിപ്പിച്ച ഓർമ്മകൾ എല്ലാം പങ്കുവെച്ച് മതിയാവാതെ ഇനിയും വരാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്രയായത്. അത് ഇന്നലെ എന്നോണം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത്, ഗാനരചനാ രംഗത്തേക്ക് വന്ന ഒരു സമയത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുക. ഞാനൊക്കെ പാട്ടെഴുതാൻ വരുന്ന കാലത്ത്, അദ്ദേഹമൊക്കെ പാട്ടെഴുതാനായിട്ട് വരുന്ന കാലത്ത് സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പോലും പ്രയാസമാണ്. ഇടതുപക്ഷ അനുഭാവിയാണെങ്കിലും പാർട്ടിക്കാരനല്ലല്ലോ. തോപ്പിൽ ഭാസി ചോദിച്ചു, തമ്പി എന്തുദ്ദേശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്? താങ്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? P. ഭാസ്കരനോട് മത്സരിക്കാൻ പറ്റുമോ? വയലാറിനെ പോലെയോ ഭാസ്കരനെ പോലെയോ പാട്ടെഴുതാൻ തമ്പിക്കാകുമോ? അന്ന് ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു സ്ഥാനത്ത്, തമ്പി സാറിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എല്ലാം മടക്കി കെട്ടി തിരിച്ചു പോന്നു. പക്ഷെ അദ്ദേഹം അവിടെ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത്. അദ്ദേഹം തിരക്കഥ എഴുതാൻ വന്ന കാലത്ത് ദേവരാജൻ മാഷ് ആദ്യം ചോദിച്ചത് എത്ര വയസ്സായെന്നാണ്. 24 വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴേ എഴുതിക്കളയണോ? ദേവരാജൻ മാഷിന്റെ ശൈലി നമുക്കറിയാം. ഇപ്പോഴേ എഴുതിക്കളയണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുക. മലയാളത്തിൽ
59 വർഷത്തോളമായി കലയുടെ വിവിധ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന അതുല്യ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പി സാറിന് മാറ്റിനി ഫ്രീ വെബിനാർ അദ്ദേഹത്തിന്റെ ജന്മമാസത്തിൽ ഭാവുകങ്ങൾ നേരുകയാണ്. ഈ രണ്ടുപേരുടെയും പ്രത്യേകത നമുക്കറിയാം. എന്തും തുറന്നു പറയും, അല്ലെ? എന്തും തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ് രണ്ടുപേരും. അതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത വ്യക്തികളും ആയിരുന്നു. ഇവരെ നമ്മുടെ സ്നേഹവും കൃതജ്ഞതയും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുക്കിയ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് വരുന്ന ആലാപനത്തിൽ ജയേട്ടനും രചനയിൽ ശ്രീകുമാരൻ തമ്പി സാറും വരുന്ന ഗാനങ്ങൾ ഒന്ന് പരിശോധിക്കാം. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മലയാളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗാനമാണ്. മലയാള ഭാഷ തൻ മാതക ഭംഗി. അത് ഏത് സിനിമയിലെയാണെന്ന് പറയാമോ? പ്രേതങ്ങളുടെ താഴ്വര, ശ്രീകുമാരൻ തമ്പി, ജയേട്ടൻ. 4 പേര് ഞാനൊന്ന് പാടാം. എന്നിട്ട് നമുക്ക് ആലാപനത്തിലേക്ക് മറ്റുള്ളവരുടെ ഇവിടെ സഹകരണത്തോടുകൂടി ആലാപനത്തിലേക്ക് കിടക്കും. മലയാള ഭാഷ തൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ പുളയിലക്കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ പുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുള്ളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. ഇപ്പൊ മലയാളത്തിന്റെ ആ ഒരു ശാലീന ഭംഗി, കേരളക്കരയുടെ ഭംഗി, ഭാഷയുടെ ഭംഗി, മയിൽപ്പീലി കണ്ണുകളിൽ മാറിന്റെ ശരങ്ങളിൽ മാനത്തിൽ മായാനിറം മലരുന്നു. അരയന്നപ്പിട പോൽ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണന നിന്നിൽ നിറയുന്നു. എത്ര മനോഹരമായ വരികൾ! അത് ജയേട്ടൻ എത്ര മനോഹരമായിട്ട് ആലപിച്ചിരിക്കുന്നു. നമുക്ക് അവരുടെ മറ്റു ഗാനങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. സാബു സാർ അത് ഡിസ്പ്ലേ ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല സാർ, ഇല്ല സാർ, പറഞ്ഞാൽ മതി. മറ്റു പാട്ടുകൾ ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അത് അറിയാവുന്നതുപോലെ അറിയാവുന്ന അത്രയും പാടാം. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. പാടുന്നുണ്ടോ? ദി ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം കൊടുത്ത പാട്ട്. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. അനിൽകുമാർ സാറ് നിൻമണിയറയിലെ നിർമ്മല ശൈലിയിലെ പാട്ടൊന്ന് പാടും. സാബു സാറ് ലിറിക്സ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിൻമണിയറയിലെ സാറേ അവര് പാടുകൂടാ. എനിക്ക് അത്ര വലിയ പിടിപാടില്ല. പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അന്നും തന്നെ എന്നൊക്കെയുള്ള പാട്ട് പാടാം. ഇതൊക്കെ ഏതാ? ഞാൻ മാറിയെങ്കിൽ ചന്ദനമഴ
മയങ്ങുമല്ലോ നിൻമണിയറയിൽ ശയ്യയിൽ നിരാളമായി ഞാൻ മാറിയേ. ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്യും. അടുത്ത പാട്ട് ഏതാ? അല്ല, ബാക്കി അനിൽകുമാർ സാർ പാടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 4 വരി അടുത്ത പാടി. ഇല്ലാത്ത മണിവർണ്ണൻ ഇല്ലാത്ത വൃന്ദാവനം. മണിവർണ്ണൻ. ഓക്കെ, ഞാനിപ്പോ ലിറിക്സ്. ഓക്കെ, അത് മിസ് മേരി എന്ന സിനിമയിലെയാണ്. ഈ പാട്ടിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ലോക പ്രശസ്ത സംഗീത സംവിധായകനായ റഹ്മാൻ സാറിന്റെ അച്ഛൻ. ആരാണ്? RK ശേഖർ. വെരി ഗുഡ്. RK ശേഖർ. എന്ത് മനോഹരമാണെന്ന് നോക്കൂ. മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം മധുമാസം പുണരാത്ത പൂങ്കാവനം മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം മധുമാസം പുണരാത്ത പൂങ്കാവനം. ഓക്കെ, വരെ അറിയാവുന്നൊരു പാടിക്കൂ. സാർ അതൊന്ന് സെന്റർ ചെയ്യണം. അതിന്റെ ഒരു അറ്റത്തായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. ഒരറ്റം ഭാഗം കാണുന്നില്ല വേർഡ്സ്. കുറച്ചൊന്ന് സെന്റർ ചെയ്താലായിരിക്കും ക്ലിയർ ആയിട്ട് കാണും. പ്ലീസ്. സാറേ, ജയേന്ദ്രൻ മാഷയുടെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഈ പാട്ട് പാടാമെങ്കിൽ പാടും. ഈ പാട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സാർ അടുത്ത് പറഞ്ഞു സാറേ. ഓക്കെ, അടുത്ത മല്ലികപ്പൂവിൻ മല്ലികപ്പൂവിൻ മധുരഗന്ധം. മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം മധുമാസം പുണരാത്ത പൂങ്കാവനം ഉയിരിനുമുയിരാണു കണ്ണൻ അവൻ ഊരാകെ വണങ്ങുന്ന കാർമേഘവർണ്ണൻ മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം. RK ശേഖരനെ നമുക്ക് ഓർക്കാം. ഇത് ആലപിച്ച ജയചന്ദ്രൻ മാഷയെ നന്ദിയോടെ ഓർക്കാം. അതുപോലെ തന്നെ രചിച്ച ശ്രീകുമാരൻ തമ്പി സാറിനെ സ്മരിക്കുക. എത്ര മനോഹരമായ ഗാനമാണ് അവർ കൂടി നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. താങ്ക് യു. മല്ലികപ്പൂവിൻ മധുരഗന്ധം. അത് കഴിഞ്ഞ് സാബു സാറെ ഹൃദയേശ്വരി നെടുവീർപ്പിൽ ഞാനൊരു അതും എടുത്തോളൂ. മല്ലികപ്പൂവിൻ ആര് പാടും? കാണാവോ? അനിൽകുമാർ സാർ. മല്ലികപ്പൂവിൻ മധുരഗന്ധം പഠിക്കൂ സാർ. മാലാഖകളുടെ മാലാഖ നീ മമ ചാരുക നീ മല്ലികപ്പൂവിൻ മധുരഗന്ധം മന്ദസ്മിതം പോലുമൊരു വസന്തം എൻ മനോരാജ്യത്തിൻ സിംഹാസനത്തിൽ പോയി ഏകാന്ത സ്വപ്നമായി വന്നു സൗഗന്ധിക കുളിർ ചിന്തകളാൽ എന്നിൽ സംഗീതമാല ചൊരിഞ്ഞു നീ എന്ന എന്തൊരു മനോഹര വരികളാണ്. അതന്നെ, നീ എന്ന മോഹന രാഗം ഉണ്ടെങ്കിൽ ഞാൻ നിശബ്ദ വീണയായി. എന്തൊരു വരികളാണ്. ഒന്നും എടുത്തു കളയാനില്ലേ? തമ്പി സാറിന് മാത്രം പറ്റുന്ന ഒരു
കാര്യമാണ്. നിമിഷങ്ങളെ സ്വർണ്ണ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലൈൻസ് ടിൽറ്റ് ചെയ്ത് ജമ്പ് ചെയ്തങ്ങ് പോയി. അതെ, അടുത്ത പാട്ട് ഏതാണ്? ഹൃദയേശ്വരി ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. എല്ലാം പ്രണയത്തിന്റെ അല്ലേ? പ്രണയവും ഒക്കെയാണ്, പ്രണയഗീതങ്ങളാണ്. നമ്മളെ സാർ ഒരുപാട് നെടുവീർപ്പ് കേട്ടിട്ടോ അതിലൊന്നും ഈ മധുര സംഗീതം വന്നില്ല. മധുര സംഗീതം കേട്ടില്ല. കേട്ടു. അനിൽ സാറ്, അനിൽകുമാർ സാർ പാടും. ഇല്ല സാറേ, എനിക്ക് നല്ല പരിപാടില്ല. ഞാൻ ഇവിടെ വിരുന്നുകാരുണ്ട്, ഇടയ്ക്ക് അവിടെ ശ്രദ്ധയുണ്ട്. എനിക്ക് പെട്ടെന്ന് അറിയാതെ കൂടി വരാം. ആലാപനമായ സുഗമ സംഗീതം കേട്ടു ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. കാരണം ഒത്തിരി പാട്ടുകൾ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ രണ്ടുപേരെയും മാത്രം സെലക്ട് ചെയ്ത് പിടിക്കുമ്പോൾ പാട്ടുകളുടെ എണ്ണം കുറയുമെന്ന്. പക്ഷേ 200-ലധികം പാട്ടുകൾ തമ്പി സാറും ചേട്ടനും സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. സാറേ, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ. സർവവും മറക്കും കോടതിയമ്മ, സത്യപ്രഭതൻ സന്നിധിയമ്മ, സ്നേഹസാരം നീ തന്നെയല്ലേ. സാറത് ലിറിക്സ് കാണുന്നില്ല. സേവനഭാവം നിൻ പ്രാണനല്ലേ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. ഉണ്ടോ? വല്ലാത്ത വലിയൊരു ചോദ്യമാണല്ലേ. സാർ, അമ്മ മകനായതുകൊണ്ടാണ് അത്രയും. അമ്മ ഒരുപാട് ത്യാഗം സഹിച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും ഈ മനോനില തെറ്റിയ ഒരു അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ മക്കളെ വളർത്തിയെടുക്കാൻ പണിപ്പെട്ടതൊക്കെ ആത്മകഥയിൽ വായിച്ചപ്പോ ഇതുപോലൊരു ഗാനം അദ്ദേഹത്തിന് മാത്രമേ എഴുതാൻ കഴിയൂ. അപാരം എന്ന് പറയട്ടെ. സകലതും മറക്കും കോടതി അല്ലേ? സകലതും മറക്കുന്ന കോടതി, ക്ഷമിക്കുന്ന കോടതി. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കോടതി ഉണ്ടോ? വിഷമുള്ള അമ്മമാര് കരയും സാറേ ഈ പാട്ട് കേൾക്കുമ്പോ. ശരിക്കും ശരിക്കും കരഞ്ഞു പോരെ. സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം എന്നൊരു പാട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയോ സാർ. നമുക്ക് അടുത്തത് രാഗപരിചയത്തിലേക്ക് പോകാനുള്ളതാണ്. മീനാക്ഷി മാഡം പാടിക്കോളൂ.
ബാക്കിയുള്ളവർക്കായിരിക്കും മന്ദസ്മിതത്തിന്റെ കണ്ടാൽ കൊതിക്കാത്ത കാമുകിയോട് ചോദിക്കുന്നതായിരിക്കും. കൃഷ്ണമൂർത്തി സ്വാമികളാണ് എൻ ഓക്കെ. പാദങ്ങൾ ചെയ്യുവാൻ പ്രണയിനിക്ക് കഴിയുന്നു എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും കടന്നു വരാറില്ല അല്ലേ ഡോക്ടർ? നീയൊരു മലർവാടി മലപ്പൊട്ടുകൾ പോലാടി നിന്റെ വാടി എന്ന് പറയുമ്പോൾ പൂന്തോട്ടം നിന്റെ അതെ നിൻപദങ്ങളിൽ നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. ഇനി കൂടുതൽ പാട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവാണ്. നമുക്ക് അതിനുശേഷം രാഗപരിചയത്തിനായിട്ട് ജയകുമാർ സാർ എത്തിയിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. സാബു സാർ നോക്കി ജയകുമാർ ഒന്നില്ല. എനിക്ക് രമാവതി മാമിന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞു, ജയേന്ദ്രന്റെ പാട്ട് പാടിയും. മഞ്ഞലയിൽ മുങ്ങിത്താർത്തി സാറേ. ജയേന്ദ്രൻ മാഷതാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഒരു ഫസ്റ്റ് സ്റ്റാൻസും കൂടി പാടാറില്ല സാറേ? കണ്ണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു, കണ്ണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു സർ. ഇതിന്റെ പ്രത്യേകത ഈ പാട്ട് ഭാവഗായകനായ ജയചന്ദ്രൻ പാടിയ ആദ്യത്തെ പാട്ടാണ്, ആദ്യത്തെ സിനിമാ ഗാനമാണ്. അതായത് കളിത്തോഴൻ ഇത്തരത്തില് ജയചന്ദ്രൻ പാടിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടാണ്, ആദ്യത്തെ പിന്നണി ഗാനം. ഒരുപാട് പേര് ഏറ്റുപാടിയ പാട്ടാണത്. ഇന്ന് രാവിലെ ഞാനത് വേറെ വേദിയിൽ പാടിയത് രാവിലെ. ഹലോ സാർ. ഹലോ. ഈ ജയേന്ദ്രൻ പാടിയ അനുരാഗ ഗാനം പോലെ എന്നൊരു പാട്ടുണ്ടല്ലോ, പാടു. അതുണ്ടോ? ലിറിക്സ് കിട്ടുമോ? ലിറിക്സ് അനുരാഗ ഗാനം ഹൃദയ സരസിലെയോ സൗഗന്ധ്യങ്ങളെയോ യേശുദാസിന്റെ ഏതാ സൗഗന്ധിയോ? അനുരാഗാനം പോലെ. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ
മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം പിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മഴവില്ലിൻ നാട്ടിലെ കന്യകൾ മലരമ്പൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണി അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അലപോലെ ആരു നീ ആരു നീ ദേവനേ. ഓക്കെ, അടുത്ത പാട്ട് സാറേ. അടുത്ത പാട്ട് പറഞ്ഞ സൗഗന്ധികങ്ങളും ഉണ്ട്. ഹൃദയ സരസിലെയും ശ്രീകുമാരൻ തമ്പിയുടെ സൗഗന്ധികൾ നോക്കും. ഹൃദയ സരസിലെ പാട്ട്. ആ തുടങ്ങട്ടെ? കണ്ടേ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അതനിമേലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ പറയൂ. ഇത്രയും പോരെ? എല്ലാവർക്കും പാടല്ലേ? ഹലോ, കേക്കത്തില്ലേ? കേൾക്കാമായിരുന്നോ? മല്ലിക ബാണെന്നെ വില്ലെടുത്ത് ജയേന്ദ്രന്റെ പാട്ട്. സാറെവിടെ പോയി? സാബു സർ, ഹലോ. എത്ര സന്ധികൾ തുറന്നങ്ങ് പാടിയാലോ? ഏതായിരുന്നു പറഞ്ഞേ? ജോസഫ് സാർ. ഏത് പാട്ടായിരുന്നു പറയും മാം? സാബു സർ, പെരിയാർ എന്ന് പറഞ്ഞ സിനിമയില് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടുകൾ, അതിന്റെ എല്ലാ ഫേമസ് സോങ്സും ആണ്. അതില് ബിന്ദു എന്ന് പറയുന്ന അതിന്റെ വേർഡ്സ് എനിക്കറിയാം. അത് ആ പാട്ട് അധികം പ്രശസ്തമല്ല. അത് ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടാണ് ആ മൂവിയിലത്തെ. ബിന്ദു ബിന്ദു നിൽക്കും നിന്നോരം ശോഭത്തിൻ സിന്ധു ബിന്ദു ബിന്ദു നിൽക്കും നിന്നോരം ശോഭത്തിൻ സിന്ധു. മാമിന്റെ സൗണ്ട് കിട്ടുന്നില്ല അല്ലേ? ജയകുമാർ സാർ വന്നല്ലോ അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. മീനാക്ഷി മാമിന്റെ സൗണ്ട് കിട്ടായിരുന്നു. ജയകുമാർ സാർ, നമുക്ക് രാഗപരിചയം തുടങ്ങാം. ഓക്കെ സാർ. ഓക്കെ സാർ. സാറ് ഓൾറെഡി എനിക്ക് തോന്നുന്നു നെറ്റിന് പ്രോബ്ലം ഉണ്ടേ, കട്ടായി. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. നമസ്കാരം ബഹുമാനപ്പെട്ട സൗത്ത് കേരളം സാർ, മറ്റ് ഗ്രൂപ്പിലെ മഹനീയ വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട ജോസഫ് ജോൺ സാർ, സംഗീത പ്രേമികളെ, പ്രിയപ്പെട്ട സംഗീത കുടുംബത്തിന് എൻ്റെ നമസ്കാരം.
ഇന്ന് രാഗപരിചയം പങ്ക്തിയിലെ ശിവരഞ്ജിനി രാഗമാണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ശിവരഞ്ജിനി രാഗത്തെക്കുറിച്ച് എനിക്കുള്ള അറിവുകൾ, ചെറിയ പരിമിതമായ അറിവുകൾ ഞാൻ പങ്കുവയ്ക്കാം. ശിവരഞ്ജിനി രാഗം ഈ 22ാമത്തെ മേളകർത്താ രാഗമായ കരഹരപ്രിയ എന്ന രാഗത്തിൽ ജന്യമാണ്. അപ്പോ ജന്യരാഗങ്ങളുണ്ട്, ജനകരാഗങ്ങളുണ്ട്. സമ്പൂർണ്ണ രാഗമാണ് ഖരഹരപ്രിയ. 22ാമത്തെ മേളകർത്താ രാഗം, അതായത് സരിഗമ പദനിസ മുഴുവൻ വരുന്ന, ആരോഹണത്തിൽ അവരോഹണത്തിൽ 7 സ്വരങ്ങളും വരുന്ന രാഗം. അപ്പോ അത് ഈ ഖരഹരപ്രിയയിൽ ജന്യമാണ്. അതിൽ നിന്ന് ജനിച്ചതാണ് ഈ ശിവരഞ്ജിനി രാഗം. അപ്പൊ അതിന് എളുപ്പമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഹനവുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. അതായത് മോഹനം രാഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മോഹനം ഒരു ഹാപ്പി മൂഡിലുള്ള രാഗമാണ്. സരിഗ പധ സാധ പഗരി സരിഗ പദ സരിഗരി സദ പദ സദ പഗരി സരിഗരി ഗപ പദ പദ സ. ഒരു ഹാപ്പി മൂഡാണ്. അതിലെ ഗാന്ധാരം, അതായത് സരിഗ എന്നുള്ള ഗാന്ധാരം, അത് അന്തരഗാന്ധാരമാണ്. അതായത് ഗാനുള്ള 2 ഭാവപ്പർച്ചകളുണ്ട്. അപ്പൊ അന്തരഗാന്ധാരത്തിനെ മാറ്റി സാധാരണ ഗാന്ധാരമാക്കുമ്പോൾ ശിവരഞ്ജിനിയായി മാറും. അതായത് ശിവരഞ്ജിനി സരി ഗ, ആ ഗാനുള്ളൊരു മാറ്റം കൊണ്ട് ആ ഹാപ്പി മൂഡിലുള്ള രാഗം പോയി അങ്ങനെ ശോകമുഖമായ ഒരു രാഗമായി മാറും ശിവരഞ്ജിനി. സരി ഗ പധ സാധ പ സാധ പഗരി സരി ഗ പധ സാധ പഗരി സ. ഇതാണ് ശിവരഞ്ജിനി. ശിവരഞ്ജിനിയുടെ ഒരു മൂഡ് അതാണ്. ഇപ്പൊ സാധാരണ ഗാന്ധാരമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഗാന്ധാരത്തിലുള്ള ഒരൊറ്റ സ്വരം മാറുന്നുള്ളൂ. ബാക്കിയെല്ലാം മോഹനും ശിവരഞ്ജിനും ഒരേപോലെ, സ്വരങ്ങൾ ഒരേപോലെ. അതിന്റെ ആ ഒരു സാധാരണ ഗാന്ധാരം ഇതിൽ അന്തരഗാന്ധാരമാണ്. മോഹനത്തിൽ ഇത് സാധാരണ ഗാന്ധാരം. സരിഗ എന്ന് പഠിക്കുന്നത് സരിഗ പധ സാധ പഗരി സ. രാഗഭാവം ഏകദേശം നമുക്കൊന്ന് പരിചയപ്പെടാം. സരി ഗരി ഗ പദ പദ സ ദ സരി ഗരി ഗ സരി ദ സ ദ പദ സരി ഗരി ഗ സരി രി ഗരി സ ദ പദ സരി ഗ പ രി ഗ സരി ദ സ പദ ഗ പ
Riga sari da sa riga pa pa ga ri sa riga pa da da pa ga ri sa riga pa da sa da pa ga ri sa riga pa da sa ri sa da pa ga ri sa riga pa da sa ri ga ga sa ri da sa pa da da ga pa pa ri ga sa ri nam ഇതാണ് എൻ്റെ ഒരു ഛായ, ഒരു ഫ്രെയിം. അതില് കർണാടക സംഗീതത്തില് രാജഗോപാലാചാര്യയുടെ ഒരു കീർത്തനമുണ്ട്. കുറയൊன்றுമിல்லை മறைമൂർത്തി കണ്ണാ, കുറയൊன்றுമിல்லை കണ്ണാ, കുറയൊன்றுമിல்லை ഗോവിന്ദ, കുറയൊன்றுமில்லை மறைமூர்த்தி கண்ணா, குறையொன்றுமில்லை கண்ணா, குறையொன்றுமில்லை ഗോവിന്ദ. അത് അവസാനിക്കുന്നു. ഗോവിന്ദ മണിവർണ്ണ മലയപ്പ ഗോവിന്ദ 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 ഗോവിന്ദ. മുഴുവൻ കീർത്തനം ഞാൻ പാടുന്നില്ല, ഞാനത് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോഴത്തേക്ക് കേട്ടിട്ടുള്ള കീർത്തനം, വളരെ ഫേമസ് ആയിട്ടൊരു കീർത്തനമാണ്. അതുപോലെ പാപനാശൻ ശിവന്റെ മുരുകനെ കുറിച്ചുള്ള ഒരു കീർത്തനം കൂടിയുണ്ട്, ആണ്ടവരെ കുറിച്ച്. അതുകൊണ്ട് ഭക്തിഗാനങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ഭക്തിഗാനമുണ്ട്, എല്ലാ ഗാനങ്ങൾക്കൊക്കെ എപ്പോഴും പാടാറുണ്ട്. അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്തവൃന്ദാവനമായി മാറിയെങ്കിൽ, ഗോപികാരമണന്റെ കാലടി പൂവിലും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ. ഒരു ഗാനമേളകൾക്ക് പാടി പതിഞ്ഞൊരു പാട്ടാണ്. ഇപ്പോഴും അതിന്റെ ഒരു ഭംഗി നശിക്കാത്തൊരു പാട്ട്, ഇത്രയും മനോഹരമായ ഒരു പാട്ട്. അതുപോലെ സിനിമാ പാട്ടുകൾ ഒരുപാടുണ്ട്. ശിവരഞ്ജനി. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കന്മതിൽ ഗോപുരവാതിലിനരികിൽ കരുണാമയനവൻ കാത്തിരുന്നു, കരുണാമയനവൻ കാത്തുനിന്നു. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, കന്മതിൽ ഗോപുരവാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ കോരിത്തരിച്ചു, വിഭവങ്ങൾ ഒരുങ്ങി, വിദ്വാൻമാരൊരുങ്ങി, വിലാസ നൃത്തം തുടങ്ങി, വിലാസ നൃത്തം തുടങ്ങി. അത് വളരെ ഫേമസ് ആയ ഒരു ഗാനമാണ്. MS വിശ്വനാഥ് സംഗീതത്തിൽ കാണിക്കുന്നതിലൂടെ ശ്രീകുമാരൻ തമ്പിയുടെ രചന, യേശുദാസ്. ആടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം അവിടെയും സൂക്ഷിച്ചിരുന്നു, അവിടെയും സൂക്ഷിച്ചിരുന്നു. മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി, മദിരാചഷകം തുളുമ്പി, മദിരാചഷകം തുളുമ്പി. അല്ല, അടുത്ത സ്റ്റാൻസിന് വളരെയധികം ദുഃഖം വരും. ഈശ്വരൻ ഒരിക്കലും വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ,
ഒരു പിടിച്ചോറിന യാചിച്ചു ദൈവം, ചിരികൾ ഉയർന്നു സദസ്സിൽ, ചിരികൾ ഉയർന്നു സദസ്സിൽ. ഒരു കാവൽക്കാരൻ വാളൂങ്ങി നിന്നു, ചിരിച്ചു പിൻവാങ്ങി. ഭഗവാൻ. വളരെയധികം മനസ്സിൽ തട്ടുന്ന വരികളാണത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ. നമ്മള് രാജകൊട്ടാരങ്ങളിലൊക്കെ പല രൂപങ്ങളിൽ ഈശ്വരൻ വരുന്നുണ്ട്. നായായും എല്ലാം പൂച്ചയായും നമ്മുടെ മുന്നിൽ വരുന്നതൊക്കെ ഈശ്വരന്റെ വിവിധ രൂപങ്ങൾ, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പോ പണത്തിനും പ്രതാപത്തിനും മാത്രം വില കൊടുക്കുന്ന ഒരു സമൂഹമാണ്. യഥാർത്ഥത്തിൽ ഈശ്വരന്മാരാണ് നമുക്ക് ജീവിതം ഓരോരുത്തരും. ദരിദ്ര നാരായണന്മാർ ഓരോരുത്തരും. ഭഗവാൻ ഏത് രൂപത്തിലാണ് വരുന്നത് അറിയാൻ പറ്റില്ല. ഇതൊക്കെ ഈ ധ്വനികൾ ഈ കവിതയിലുണ്ട്. വളരെയധികം അർത്ഥവത്തായ ഒരു കവിതയാണ്. പിന്നെ ജവഹർ സാറേ, ഒരു സംശയം. ഈ ശിവരഞ്ജിനി എന്ന് പറഞ്ഞ രാഗത്തിലൂടെ ഈശ്വരൻ എനിക്ക് വിരുന്നുപോയി എന്നുള്ള ഈ 4 സ്റ്റാൻഡ് എങ്ങനെയാ ഒന്ന് മനസ്സിലാകുന്നത്? ശരിക്കും ഈ ശിവരഞ്ജിനിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ആ ഒരു രാഗഛായയാണ് നമുക്ക്. ഇതിപ്പോ ഞാൻ ബേസിക് സ്വരങ്ങൾ പാടിയല്ലോ. സരിഗപദ സ ഒരു രാഗഛായ നമ്മൾ മനസ്സിലാക്കുക. ഈ ശിവരഞ്ജിനി ഒരു രാഗം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്വരങ്ങളും അതിലുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ട്, നമ്മൾ യൂട്യൂബിൽ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, നമ്മൾ കേട്ട രാഗമായിട്ട് പരിചയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഛായ വരുന്ന പാട്ടുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതാണ്. അപ്പൊ നമ്മളൊരു വ്യക്തിയെ കണ്ടാല് ആ വ്യക്തിയുടെ ഒരു രൂപം നമ്മൾ മനസ്സിൽ പതിയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് രാഗങ്ങൾ. ആ രാഗം നമ്മൾ പരിചയപ്പെടുന്നു. ഇതിപ്പോ നമ്മൾ ഇതില് പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ചിലർക്ക് ആദ്യമായിട്ടായിരിക്കും. ഇപ്പൊ എത്രയൊന്ന് ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ടാവും. ഒരു പാട്ട് കേൾക്കുന്നു, വിടുന്നു. അതൊരു രാഗം ശിവരഞ്ജിനി, ഓക്കെ ശിവരഞ്ജിനിയാണ്, നമ്മൾ അങ്ങനെ വിട്ടുപോകും. ഡീപ്പായിട്ട് നമ്മൾ പോകണം. അപ്പോഴേ ആ രാഗത്തിന്റെ എല്ലാം എന്തൊക്കെ സ്വരങ്ങൾ വരും ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇതിനൊക്കെ ഈ യൂട്യൂബില് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ശിവരഞ്ജിനി രാഗം എന്ന് അടിച്ചു നോക്കിയാൽ അത് വരും. നമ്മളത് ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രാഗം എങ്ങനെയാണ്. പിന്നെ ആ രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഈ രാഗമാണ്. ഇങ്ങനെ ഒരു ജ്ഞാനം നമുക്ക് വളർത്തിയെടുക്കാൻ ഇങ്ങനെ കഴിയും. ബേസ് ആയിട്ടുള്ള ഒരു രാഗവും അതിന്റെ സ്വരങ്ങളും മനസ്സിലാക്കി. ഇപ്പൊ സംഗീതജ്ഞാനം ഉള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ധാരാളം പാട്ടുകൾ ഞാൻ ഇവിടെ വന്നപ്പോഴും കേട്ടു. എല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഡീപ്പായിട്ട് പോകും. നമ്മളൊരു ബേസിക് സ്റ്റേജ് വിട്ടിട്ട് നമ്മൾ എന്താണ് ആ പാട്ട്, അതിന്റെ രാഗം ഒക്കെ ഇപ്പൊ നെറ്റിൽ അടിച്ചാൽ, നെറ്റ് വളരെയധികം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം വിരൽത്തുമ്പിലാണ് വിജ്ഞാനം. അപ്പൊ നമ്മളത് അടിച്ചു നോക്കുക, എന്താ ശിവരഞ്ജനിലുള്ള പാട്ടുകൾ കേൾക്കുക. അങ്ങനെ കേട്ട് അപ്പൊ അതിലുള്ള എല്ലാം അതിൽ ലിസ്റ്റിംഗ് ആയിട്ട് വരും. കീർത്തനങ്ങൾ ഏതുണ്ട്, സിനിമാ ഗാനങ്ങളുണ്ട്, അത് കേട്ട് അതിന് പരിചയം, അത് ബേസിക് സ്വരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇപ്പൊ ഇതിലിപ്പോ എങ്ങനെ വരുന്നുണ്ട് അല്ലെ, അഷ്ടമി രൂഹിണി നാളിയൻ ശരിഗപദ പഗരി. ആ ഒരു ഛായ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പരിചയം കൊണ്ട് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ അതിൽ ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് സാധിക്കും. അത് പെട്ടെന്ന് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ സാധിക്കില്ല. നമ്മൾ ഈ രാഗം അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ് കേൾക്കാൻ നല്ല രസം. അനുബലം ഏതിന്റെ അഷ്ടമി അതെ ആദരങ്ങൾ ചുമ്മി ഓടക്കുഴലായി ഞാൻ മാറി. അർത്ഥം അങ്ങനെയാണ്. നിത്യവും കണ്ണനെ നക്കി തുടയ്ക്കുന്ന, നിത്യവും കണ്ണനെ നക്കി തുടയ്ക്കുന്ന കത്തക്കിടാവായി ഞാൻ ജനിച്ചുവെങ്കിൽ. നല്ല അർത്ഥം. അതെ 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 അതെ. നമുക്ക് ആ ഭക്തിഭാവം തുളുമ്പുന്ന വരികളുമാണ്. അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള രാഗമാണ്. ഓരോ രാഗത്തിനും ഒരു ഭാവമുണ്ട്. അപ്പോ ഇത് ഭക്തിഭാവമാണ് ഇവിടെ. അപ്പൊ ഈശ്വരനോടുള്ള അങ്ങനെ ജനിച്ചുവെങ്കിൽ ഭഗവാനെ അഷ്ടമി നാളിൽ മനസ്സൊരു മുക്ത വൃന്ദാവനം, ഒരു സ്വപ്നാണ് നമ്മുടെ ആയി മാറിയെങ്കിൽ എന്നുള്ള ഒരു തേങ്ങലോടുള്ള ഒരു പ്രാർത്ഥന വരുമ്പോൾ ഈ രാഗം അതിനാണ്. ഓരോ രാഗത്തിനൊരു മൂഡുണ്ട്. ശരിക്കും സംഗീതജ്ഞരെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ കവിത നോക്കിയിട്ടാണ് രാഗം, അതിന് പറ്റിയ രാഗം. ഒരു ഹാപ്പി മൂഡിലാണെങ്കിൽ ഒരു മോഹനോ വേറെ അതെല്ലാം കൊടുക്കും. ഒരു രാഗം കൺവേ ചെയ്യുന്ന ഒരു മൂഡുണ്ട്. അപ്പൊ അത് ഭക്തി രസം തുളുമ്പുന്ന ഗാനങ്ങളാകുമ്പോൾ അങ്ങനെ, അല്ല വേറെ ഇപ്പൊ സിനിമയിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ വിരഹഗാനാണെങ്കിൽ അതിനും യൂസ് ചെയ്യാം അങ്ങനെ. അപ്പോ മറ്റേ 7 സ്വരങ്ങൾ എന്നുള്ള പാട്ടുണ്ട്. ഹൃദയം ദേവാലയം ഒരു പാട്ടുണ്ട്. ഹൃദയം ദേവാലയം പോയ വസന്തം
നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ. സ്വപ്നങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. ഇതിലും അല്ലെ, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മോറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവഹൃദയം ദേവാലയം. സാറേ, സാറ് ഞാൻ ആണ് ക്ഷണിച്ചത്. ഫോൺ കോളിലൂടെ സാറിനെ വിളിച്ചു വരുത്തിയെങ്കിലും ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. നെറ്റിന്റെ വിഷയത്തിൽ ഞാൻ പുറത്തായിരുന്നു. അപ്പോ ഗുരുനാഥന് ആദ്യമേ വണക്കം. എൻ്റെ സംഗീത ഗുരുവാണ്. ഞാനിപ്പോ ജയമൂർത്താലിൽ നിന്നാണ് സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഴുകിപ്പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹം സംഗീതം ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ ചൊവ്വയും വെള്ളിയുമാണ്. ചൊവ്വാഴ്ച ലേഡീസിനും വെള്ളിയാഴ്ച ജെൻസിനുമായിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും. സാധ്യമാകുന്നവർക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ്. സാബു സാറിന്റെ ജയകുമാർ സാറ് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ശിഷ്യനാണെന്ന് കേട്ടല്ലോ. ആഴ്ചയിൽ 2 ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ചകളിൽ വനിതകൾക്കും വെള്ളിയാഴ്ചയാണോ വ്യാഴമാണ് സാർ? വ്യാഴാഴ്ച പുരുഷന്മാർക്കുമാണ് ക്ലാസ്. രാത്രി 8 മണിക്ക് ശേഷമാണ്. ഒരു 8:15 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനും വിഷയം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ ചേരുന്നതിന് തടസ്സമില്ലല്ലോ. സാബു സാറിനോട് ഞാൻ നേരത്തെ അനുവാദം ചോദിച്ചില്ല, പലപ്പോഴും ഓർത്തു, പക്ഷെ മറന്നുപോയി. ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ചൊവ്വാഴ്ച വനിതകൾക്ക്, വ്യാഴാഴ്ച പുരുഷന്മാർക്ക്. 8:15 പ്ലാറ്റ്ഫോമിൽ കയറിയാൽ മതി. നമ്മുടെ ക്ലാസ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8:15 അല്ലേ ജയകുമാർ സാർ? 8:15, 8:20 നമുക്ക്. തീർച്ചയായിട്ടും സംഗീതത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി പോലെ, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പാണ്. ജോസഫ് ചോദിച്ചാൽ അറിയാം. നമ്മൾ കാരണം നമുക്ക് പലരുടെ ഉള്ളിലും സംഗീതമുണ്ട്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുള്ള ആൾക്കാർ. അപ്പൊ ആ സംഗീതം നമ്മുടെ ഗ്രൂപ്പിൽ പഠിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന ആൾ ജോസ് കുര്യൻ സാറാണ്. 75 കഴിഞ്ഞു നമ്മൾക്ക് പ്രായം. പക്ഷെ അത് സംഗീതം പഠിക്കുന്നത് മുഴുവൻ നമുക്ക് പാടാൻ, നമുക്ക് ആസ്വദിക്കാനും നമ്മുടെ ആസ്വാദന നിലവാരം ഉയർത്താൻ സഹായിക്കും. അത് നല്ലതാണ്. പിന്നെ മ്യൂസിക് ഒരു തെറാപ്പിയാണ്. ജോസഫ് ജോൺ സാർ നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ല, മ്യൂസിക് ഇസ് എ തെറാപ്പി. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് അതിന്റെ ഉദ്ദേശമൊക്കെ അതല്ലേ. നമ്മുടെ ഈ ഗ്രൂപ്പ് അല്ലേ, എല്ലാം മറന്ന് പാടുമ്പോൾ നമ്മുടെ ടെൻഷൻ ഫ്രീ ആവുന്നു അല്ലെ. ഇത്ര അതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. 78 വയസ്സുണ്ടെന്ന് തോന്നുന്നു ജോസ് കുര്യൻ സാർ. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളാണ്. വളരെ എനർജറ്റിക് ആണ്. അദ്ദേഹത്തിന്റെ സംഗീതം അത്ര താല്പര്യമാണ്. അപ്പോ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല, അതിനോടുള്ള ഒരു ഇഴുകിച്ചേരാനുള്ള ഒരു മനസ്സാണ് നമ്മുടെ തെറാപ്യൂട്ടിക് യൂസ് എഫക്റ്റ് കൊണ്ട് തരുന്നതെന്ന് പറയുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ശിവരഞ്ജിനി രാഗത്തെ കുറിച്ച് പഠിച്ചു. ശിവരഞ്ജി രാഗത്തെ കുറിച്ച് മനസ്സിലാക്കി. അത് കേട്ടപ്പോൾ സാറിന്റെ ആലാപനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്താണ് ഒഴുകി വന്നത്? മെഡിറ്റേറ്റീവ് മൂഡാണ്.
ഒരു മെഡിറ്റേഷന്റെ മൂഡ് തരാൻ പ്രാപ്തിയുള്ള ഒരു രാഗമാണ് ശിവരഞ്ജിനി രാഗം. അതുപോലെ തന്നെ ദൈവികത, ദൈവത്തിന്റെ ഒരു മേഴ്സി നമ്മളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തോ? അതുപോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ, ശിവരഞ്ജിനി രാഗത്തിലുള്ള അതുപോലെ കമ്പോസ് ചെയ്തിട്ടുള്ള അതുപോലെ ലിറിക്സ് ഉള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ആ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ തോന്നും. ഒരു ധ്യാനത്തിന് പറ്റിയ ഒരു രാഗമാണ്. അതുപോലെ ഗോഡ്സ് മേഴ്സി, ഭക്തി, പിന്നെ ദുഃഖം അകറ്റുന്നു ശിവരഞ്ജിനി രാഗം കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ഓർമ്മയെ സംബന്ധിച്ച് ഞാനിത് എടുത്തു പറയാനുള്ള പ്രധാന കാര്യം, ശിവരഞ്ജിനി തന്നെ കൊണ്ടുവരാനുള്ള കാര്യം, ഓർമ്മയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ശിവരഞ്ജിനി രാഗത്തിന് കെൽപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അറിവുകളൊക്കെ തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്. ജയകുമാർ സാർ അത് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അല്ല, സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു രാഗങ്ങൾക്കുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ജയകുമാർ സാറിലേക്ക് വരാം. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പാട്ടുകൾ 4 വരിയെങ്കിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് പാടാനും കൂടെ അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. സാറിന്റെ പാട്ട് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലിറിക്സ് ഒക്കെ ഇട്ടുകൊണ്ട് സാബു സാർ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ സാറെല്ലാം എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം സാർ സായി പരിപാടികളിലും സായിയുടെ സദസ്സുകളിലും സത്സംഗിലും വന്നാണ് സാർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുക്കുന്ന സാറിന് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാട്ടുകൾ സാറ് പറഞ്ഞു പോവുക, അതുപോലെ സൂചിപ്പിച്ചു പോവുക. സാബു സാർ അത് ഡിസ്പ്ലേ ചെയ്യും, മറ്റുള്ളവരും കൂടി പാടുവാനായിട്ട് സഹകരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓവർ ടു ജയകുമാർ സാർ. താങ്ക് യു സാർ. സാറ് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക താല്പര്യത്തിന് ഞങ്ങൾ എത്ര അടുത്തിട്ടിരിക്കുന്നത് കൂടി ഓവർ ടു ജയകുമാർ സാർ. താങ്ക് യു. അല്ല, ഞാൻ ഇതേ ഉള്ളൂ, നമ്മൾ ഈ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു രാഗഭാവം നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക ഇതൊരു സംഗീതം ഒരു കടലാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചില്ല എങ്ങനെ ഈ രാഗമാണോ അങ്ങനെ മനസ്സിലാക്കുന്ന ഈ പാട്ടെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ആൻസർ ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മൾ ആ ഒരു രാഗത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുമ്പോൾ അതേപോലുള്ള വ്യക്തികളെ കാണുമ്പോൾ അറിയില്ല. അതേപോലെ തന്നെ അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇയാളെ കാണുമ്പോൾ അയാളെ പോലെ ഉണ്ട് എന്ന് തോന്നില്ല. അതേപോലെ തന്നെയാണ് ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രാഗത്തിനെ നമ്മൾ മനസ്സിലാക്കും. ഓരോ രാഗങ്ങളും ഓരോ ദേവതകളാണെന്നാണ് സങ്കല്പം. അതോപാസനയാണ് ശരിക്കും സംഗീതം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ എടുക്കുമ്പോൾ ഓരോ സ്വരങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഇതൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നെറ്റിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്വരവും ഓരോ നാഭിയിൽ നിന്നാണ് ശബ്ദം ഉണ്ടാവുന്നത്. ഓരോ സ്വരങ്ങൾക്കും നമ്മുടെ ശരീരഭാഗങ്ങളായിട്ട് ബന്ധമുണ്ട്. ഹീൽ ചെയ്യാൻ സാധിക്കും. ഷഡ്ജം പഞ്ചമം ഓരോന്ന്. അപ്പൊ അതൊക്കെയാണ് മ്യൂസിക് തെറാപ്പി എന്നുള്ളത്. അതിന്റെ സാധ്യതകൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠനങ്ങളോ ഇതൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ നമുക്ക് സംഗീതം റിലീഫ് തരേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നുമില്ല. വാട്ട് എവർ ഇറ്റ് കൺവീൻസ്, ഇത് ഓർമ്മ തന്നാലും ശരി, ശക്തി തന്നാലും ശരി, ഇറ്റ് ഈസ് ഗിവിങ് ഈസ് എ സ്ട്രെസ് റിലീവർ. മ്യൂസിക് ഇസ് സ്ട്രെസ് റിലീവർ. പിന്നെ ജാതിയോ മതങ്ങളോ അല്ലെങ്കിൽ ഭാഷകളോ വേഷമോ വേഷഭൂഷാദികളോ ദേശമോ കാലമോ ഒന്നും ഇതിന് ബന്ധമില്ല. ഏത് ഭാഷയിലുള്ള അല്ലെ, നമുക്ക് മലയാളം പാട്ട് പാടുന്ന അറബികളൊക്കെ ഇപ്പോൾ കാണാം അല്ലെ, അവരിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് പാടുന്നത്. പക്ഷെ അവർ പാടുമ്പോൾ ആ ഒരു ഭാവം കൺവേ ചെയ്യാൻ അവർക്ക് അറിയുന്നു. ഇപ്പൊ ഈയിടെ ഒരു ആഫ്രിക്കക്കാരൻ സ്ഥിരം മലയാളം പാട്ടൊക്കെ പാടുന്നത് കാണാൻ. അപ്പോൾ സംഗീതത്തിന് അതാണ്, അതിന് ഭാഷയില്ല. ഹൃദയത്തിന്റെ ഭാഷയാണ് സംഗീതം. അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറ്റുന്ന സന്ദർഭങ്ങളിൽ ഞാൻ കയറാം. എനിക്കെന്താ വെച്ചാൽ ഞായറാഴ്ച എന്നെ സംബന്ധിച്ച് വളരെയധികം തിരക്ക് പിടിച്ച ഒരു ദിവസങ്ങളാണ്. കാരണം എല്ലാവർക്കും തിരക്കുകളുണ്ട്. നമുക്കെന്താ വെച്ചാൽ പ്രൈവറ്റ് ആയിട്ട് ഒരു മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സായി സമിതിയിൽ ഭജനയ്ക്ക് പോയി വന്നു. പക്ഷെ ഇന്ന് ശിവരഞ്ജിനി രാഗമാണ്, എങ്ങനെ കയറാതെ പറ്റില്ല എന്ന് ജോസ് ജോൺ സാർ പറഞ്ഞതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയറിയതാണ്. എനിക്ക് പറ്റുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറാം. ഈ പ്ലാറ്റ്ഫോമിന് എല്ലാ ആശംസകളും എൻ്റെ ഉണ്ടായിരിക്കും. ഇതുപോലെ ഇപ്പൊ ഈ രാഗത്തിനെ കുറിച്ച് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി ബാക്കിയുള്ളവരൊക്കെ പാടുക, എല്ലാവരും പാടുക, നമുക്ക് കേട്ട് ആസ്വദിക്കാം. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ജോസഫ് സാർ അല്ല, സാബ് സാർ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പറഞ്ഞോട്ടെ. അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ ഈ രാഗത്തിൽപ്പെട്ട ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. ആരാണ് പാടുക പറഞ്ഞത്? പാടിയേക്കാം പഴയ ഒരാളെന്ന നിലയ്ക്ക്.
ഓക്കെ 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 സാർ, തീർച്ചയായും. പഴയ ഒരാളെന്നറിയാണെങ്കിൽ പഴയ പാട്ടല്ലേ? Yeah. വേറെ ആള് പാടുന്ന പാടിക്കോട്ടെ. ഇല്ല ഇല്ല, അനിൽകുമാർ സാർ. പാടിക്കോളൂ പാടിക്കോളൂ. അല്ല, അന്നു നിന്നെ നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിലാനന്ദം ഞാനറിഞ്ഞു. ആശതൻ ദാഹവും ഞാനറിഞ്ഞു. ഓർമ്മകൾ തൻ തേൻമുള്ളുകൾ ഓരോരോ നിലവിലും മൂടിയിടുന്നു. ഓരോ നിമിഷവും നീറുന്നു ഞാൻ. തീരാത്ത ചിന്തയിൽ പേവുന്നു ഞാൻ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നും ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. ഓരോ ഇത്രയും എല്ലാവരും പാടാനില്ലേ? താങ്ക് യു. വളരെ മനോഹരമായിട്ട് സാർ പാടി. പി ഭാസ്കരൻ മാഷിന്റെ രചനയാണ്, ലളിത സുന്ദരമായ രചനയാണ്. നിഷ്കളങ്ക പ്രണയത്തിന്റെ ഒരു എന്താ പറയുക, കൊടുക്കലും വാങ്ങലും ആണ് നമ്മൾ ഈ ഗാനത്തിൽ കാണുക. അടുത്ത പാട്ടിലേക്ക് പോകാൻ സാർ. അനിൽകുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അനിൽകുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത പാട്ടിലേക്ക് പോകാം. അന്തിവയിൽ പൊന്നുരുകു. ആ, കാട്ടില്ലേ? കാണാം. പഠിക്കുന്നു. ഞാൻ പാടാം. ഓക്കെ. പാടിയ സാറേ, പാടി സ്റ്റാർട്ട് ചെയ്തേ നിങ്ങളെ. അന്തിവയിൽ പൊന്നിതിരും ഏതും സ്വപ്നവുമാ ഡോക്ടർ ട്രൈ ചെയ്യുന്നുണ്ടോ? അന്തിവയിൽ പൊന്നുതിരും ഏതും സ്വപ്നവുമാല്ലേ? ജയകുമാർ സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇല്ല, നമ്മുടെ സാർ പാടുന്നു, ഡോക്ടർ പാടുന്നു. വെള്ളിമുകിൽ പൂവണിയും അഞ്ജന തഴരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുരുകും ഏതൻ സ്വപ്നവുമായി കാറ്റിൻ ചെപ്പുകിലിങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. മാഷിന്റെ സംഗീതമാണ്. കൈതപ്രവചന ഉള്ളടക്കം എന്ന സിനിമ സുജാത മോഹനും യേശുദാസും ചേർന്ന് ആലപിച്ചതാണ്. അടുത്ത പാട്ടിലേക്ക് പോകാം സാർ. ഇറങ്ങാണേ. ഓക്കെ. എളുപ്പമുള്ള പാട്ടുകളിലേക്ക് പോവാം. തേനും വയമ്പും ഇട്ടോളൂ. തേനും വയമ്പും സാറേ. തേനും വയമ്പും അതാർക്കെങ്കിലും പാടാൻ പറ്റും? സാറില്ലേ? സാബു സാർ കേൾക്കുന്നുണ്ടോ? ഹൃദയം. സാബു സാറേ, ഈശ്വരനൊരിക്കൽ വേണ്ട അല്ലേ? അത് വേണ്ട. ഇനി തേനും വയമ്പും. ആരെങ്കിലും ട്രൈ ചെയ്യും.
ഏഴു സുരങ്ങളും തഴുകി വരും ഗാനം ഗാനം ദേവഗാനം അഭിലാഷഗാനം മാനസവീണയും കരിപരിജാലം ജാലം ഇന്ദ്രജാലം അതിലോലലോലം ഏഴു സ്വരങ്ങളും തഴുകി വരും ഗാനം ആരോ പാടും ലളിത മധുര ഗാനം ആരോ പാടും ലളിത മധുരമയ ഗാനം കരളിലമൃതമയ ചൊരിയുമളവിലിളമിഴികളിളകിയതിരണ ചലനമുതിരു ദേവി പൂങ്കാറ്റിൽ ചാഞ്ചാടും ഒളിപൂലഴകേഴു സുരങ്ങളും തഴുകി വരും സ്വല്പോടെ നല്ലോണം ആരെങ്കിലും പാടാവോ? നല്ല പാട്ടാ, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചൊന്നും പാടാൻ പറ്റുന്നു. ഉഷാകുമാരി പാടൂ. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഗാനം ദേവഗാനം അഭിലാഷഗാനം മാനസ വീണയിൽ കരപരിലാളനഗാനം ഇന്ദ്രജാലം അതിലോല ലോലം. അല്ല, ഏതായിരുന്നു സാർ ആ പാട്ട് പാടാൻ കാണിച്ച ആരോ പാടും ലളിത മധുരമായ ഗാനം പോലമൃതമഴ ആരോ പാടും ലളിത മധുരമായ കരളിലമൃതമഴ പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൽ വെൺതൂവൽ കൊടി പോലെ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാ സാർ, പാടാനൊന്നും അറിയില്ല. ഓക്കെ, താങ്ക് യു. സാറേ തേനും വയമ്പും പാടട്ടെ. നീലജലാശയത്തിൽ തേനും വയമ്പും പാടട്ടെ സാറേ. ഇതൊന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ട് പാടാം. ഫ്രീ ആയിട്ട്. ശരി. നീലജലാശയത്തിൽ ആരെങ്കിലും പാടുന്നുണ്ടോ? നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും നീർപ്പോളകളുടെ ലാളനമേറ്റു നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ ായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം നീയൊരു നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ. പ്രണയ സരോവര തീരം. പ്രണയ അശുതോൻ സാർ ഒന്ന് ട്രൈ ചെയ്യൂ. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം
പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. മണ്ഡലത്തിൽ പടർന്നു. അവളൊരു മോഹിനിയായിരുന്ന മഴലിന്റെ അതരങ്ങളിൽ നയനങ്ങളിൽ അശ്വതി പൂവുകൾ പൂത്തിരുന്നു. മോഹമായി ആത്മദാഹമായി ഓർമ്മയിലവളിന്നും ജീവിക്കുന്നു. പ്രണയരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. തേനും വയമ്പും. നമുക്ക് ഒന്ന് രണ്ട് തേനും വയമ്പും. അതെ, എളുപ്പമുള്ള പാട്ടുകളിലേക്ക് പോവാം. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. രാഗം രാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. മാനത്തെ ചിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴം തോട്ടം. കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്ന. തേനും നാവിൽ തൂകും വാനമ്പാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. ഞാൻ ഇടയ്ക്ക് ഔട്ടായിരുന്നു, മൊബൈലിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത പാട്ട് ഏതാ സാറേ? പൂമാനം പൂത്തുലഞ്ഞ എന്നൊരു പാട്ടുണ്ട്. പൂമാനം, അത് എളുപ്പമുള്ള പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞാൽ തേനും വയമ്പും. എന്താ സാർ ഒരു തേനും വയമ്പും കഴിഞ്ഞു. ഹൃദയം കൊണ്ട് പൂമാനം. ഇത് പാടിയോ? പൂമാനം പൂത്തുലഞ്ഞ് എഴുതിയില്ല, പാടില്ല. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ അക്ഷരത്തെറ്റി വരുത്താതിരുന്നാൽ അത് മഹാകാവ്യം. ദാമ്പത്യം ഒരു മഹാകാവ്യം. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത. എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണത്. പാട്ടാണെന്ന് തോന്നുന്നില്ല, അതൊരു കവിത പോലെയാണ് തോന്നുന്നത്. ഇത് ആർക്കെങ്കിലും ഒന്നുള്ള പാടണമെന്നുണ്ടോ? അപ്പനെ പാടുന്നോ? സൗണ്ട് പ്രശ്നമുണ്ടോ? ഓക്കെ, ശ്യാമാണ് സംഗീതം. ശ്യാം. അടുത്ത പുഴയോരത്തിൽ. ഓക്കെ, പൂമാനം ഇടും സാർ. പൂമാനം. പൂമാനം പൂമാനം പൂത്തുലഞ്ഞ്.
വന്നില്ലല്ലോ. പൂത്തുലഞ്ഞി. പഠിച്ചോളൂ. പാടിയവര് തന്നെ പാടണം. മറ്റ് അവര് പാടണം. ഇല്ലെങ്കിൽ വേറെ ആരും വരുന്നില്ലെങ്കിൽ പാടിയവര് തന്നെയെങ്കിലും പാടുക. ഓക്കെ, പഠിക്കുള്ളൂ. ആരാ? ഓമന കേൾക്കുന്നില്ല. പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു തെളിഞ്ഞു പുഴയും. മാഡം അത് കുറച്ച് വ്യത്യാസമുണ്ട്. പൂമാനം പൊന്നോണം അങ്ങനെയാണ്. പാടിക്ക മാം, നല്ലതാണ്. പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ, പാടുണ്ടല്ലോ, തുടിക്കും മാറക്കും കരിയുണർന്നു കളിവിടുന്നു കണ്ടുവാക്കിളിയേ തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്തമഞ്ഞും പൂമാനം പൂത്തുലഞ്ഞേ പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു തെളിഞ്ഞു പൂവും. ശരി. പാടുമ്പോഴേ ഒരാൾക്ക് വിട്ടുകൊടുക്കട്ടെ. എല്ലാരും കൂടെ പാടിയാലേ ഓൺലൈൻ ആയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കണം. സാബു സാർ എന്താ സാറേ എന്തോ ഒരു ഒച്ച കുറെ നേരമല്ല. സൗണ്ട് അത് എല്ലാവരും പാടി കഴിഞ്ഞാൽ സൗണ്ട് മ്യൂട്ട് ചെയ്യണം. ഞാൻ മ്യൂട്ട് ചെയ്ത് മടുത്തു. ഓക്കെ, പിന്നെ ഉള്ളത് പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല, മന്ദാരം പൂക്കും മറുതീരത്താണോ, കുഞ്ഞാകം പൂക്കും പുഴതീരത്താണോ, ആരാനം കണ്ടോ ദൂരയൻ പൂന്തോണി, പുഴയോരത്തിൽ പൂന്തോണിയെത്തിയില്ല, പുഴയോരത്തിൽ പൂന്തോണിയെത്തിയില്ല. താങ്ക് യു സാർ. വെരി ഗുഡ് സാർ. ശരിക്കും ആ പാട്ടൊന്ന് കേട്ട് നോക്കുമ്പോൾ നമുക്ക് മാറ്റം വരുത്താം. ഇനി ഒരു പാട്ട്, ലാസ്റ്റ് പാട്ട് ഇതാണ്, നീ ഇറങ്ങിയോ. നല്ല ശ്രമമാണ് സാർ. നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ പേതിറങ്ങി വാത്തുളുമ്പും മിഴി തലോടാൻ ലൈനും കൂടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്, അത് പാടാം. എനിക്ക് തോന്നുന്നു ആരാള് രമാവതി മാമിന് എന്തോ പാടാനുണ്ട് അല്ലെ, പഠിക്കും. ഇനി ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ഈ പറയുന്ന ശിവരഞ്ജിനിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് പാടാം. ഓക്കെ, പെട്ടെന്ന് ഇഷ്ടഗാനങ്ങൾ. ഓമന മാം എന്തോ പാടാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഓമന മാം അൺമ്യൂട്ട് ചെയ്ത് പാടിക്കും, ഒരു പാട്ട് പാടും. സാറേ ഞാനൊന്ന് ഇറങ്ങുവാണേ, എനിക്കൊരു അത്യാവശ്യം. ശരി സാർ. താങ്ക് യു സാർ. സാറേ, ഹലോ. യെസ്, കേൾക്കാം. ഞാനൊന്ന് ഇറങ്ങുവാണേ. ഓക്കെ സാർ, അത്യാവശ്യമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളുടെയൊക്കെ ഈ പാട്ട് കേട്ടിട്ടാണോ വേഗം സാർ ഓടി രക്ഷപ്പെടുന്നേ? എവിടെ ഓടിയാലും ഒരിക്കലും അല്ല. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്.
എവിടെ ഓടിയാലും ഞങ്ങൾ എന്ത് പിടിക്കും. മനസ്സിലുണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് രാഗവും കിളിമുറി താളവും പാടി ഒന്നും മാത്രമേ നമ്മൾ നോക്കണ്ട, എക്സ്പ്രസ് ബാത്റൂമിൽ ചെയ്യുക, മാത്രം അതാണ് പാടിയിട്ടുള്ള മനസ്സൊന്ന് ഫ്രീ ഞങ്ങളൊക്കെ ആക്കി. ഇങ്ങനെ വന്ന് ധൈര്യമായിട്ട് ബലം പിടിച്ചങ്ങോട്ട് പാടുന്ന സാർ ഓടി. താങ്ക് യു. സാർ ഏത് പാട്ടായാലും കുഴപ്പമില്ലല്ലോ സാറേ. പാടിക്കോളൂ. പാടിക്കോളൂ. ആരുടെ പാട്ടായാലും കുഴപ്പമില്ല. ഏത് വേണമെങ്കിലും പാടി. ഏത് പാട്ടായാലും. ജയകുമാർ സാർ ഇറങ്ങിയോ? സാറിന് പ്രത്യേകം പോയി, നന്ദി സാർ പോയി. പറയുന്നു. സാർ പോയി. ജയകുമാർ സാർ. ഓക്കെ, താങ്ക് യു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൽ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധൂവെന്നതുപോലെ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധൂവെന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദളം വാരിത്തൂകി വാരിത്തൂകി. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൽ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. അടുത്ത സ്റ്റാൻസ വേണ്ടല്ലോ സാർ, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാം. സബ് സാറില്ലേ, എന്ത് പറ്റി? മാം പാടുന്നുണ്ടോ? കേൾക്കുന്നില്ല അല്ലേ? കേൾക്കുന്നുണ്ട്. അവിടെ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. കേൾക്കില്ല അല്ലേ? ഞാൻ ചൊല്ലി നോക്കട്ടെ. കരിമുകിൽ പാട്ടിലെ രജനി തൻ വീട്ടിലെ
കടത്തുവള്ളം കരയിൽ നീ മാത്രമായി. എന്തോ നെറ്റ് പ്രോബ്ലം തോന്നുന്നു. നെറ്റ് എന്താ പ്രോബ്ലം ഉണ്ട്? പാട്ടൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അത് കേണ്ട സാറേ, ഞാൻ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? നെറ്റിന് പ്രോബ്ലം ഉണ്ട്. മൂവ്മെന്റ് കണ്ടാ അറിയാം. സൗണ്ട് ക്ലിയർ. അതെ, എന്തോ വേറെ സ്ഥലം മാറിയിരിക്കൂ. നെറ്റിനെ നമുക്ക് ഒതുക്കാൻ പറ്റുമോ? മാറിയിരിക്കും, വേറൊരു പോസ്റ്റിലേക്ക് മാറിയിരിക്കും. നെറ്റ് കിട്ടും. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പില് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ. അതിലൊന്നും ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് സ്വല്പം കൂടെ ക്രിയേറ്റീവ് ആയിട്ട് പാട്ടുകൾ മനസ്സിലാക്കി സെഷനെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് EFT തെറാപ്പിയുടെ ഒരു സെഷനാണ്. EFT, ഇമോഷണൽ ഫ്രീഡം.